ഇന്നത്തെ ഈ ഒരു വീഡിയോ കുറേ നാളത്തെ കാത്തിരിപ്പ് ആണ്. അപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു പ്രോഗ്രാം ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തതായിരുന്നു. പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് മാറ്റി വെച്ചതാണ്. അങ്ങനെ വീണ്ടും ആ ദിവസം വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണിന്ന്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിപ്പം ചെയ്യുന്നുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് ഇത് ഇനി കുറേ കാലം കഴിഞ്ഞാൽ അവർക്ക് ഇത് കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിതുപോലെ അപ്ലോഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ ഹയമോള് റെഡിയാക്കിയാണ്. അങ്ങനെ രാവിലെ എണീച്ച് ഫുഡൊക്കെ കഴിച്ചതാ ഡ്രസ്സൊക്കെ ആക്കി ഞങ്ങളിന്ന് ഇന്ന് ദിവസം എന്ന് വെച്ചാൽ ഇന്ന് കരാട്ടേൻ്റെ ചാമ്പ്യൻഷിപ്പാണ്. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് പോകാനുള്ള ഈ ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അങ്ങനെ അതാ ഹയ റെഡിയായി. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം എന്ന് വെച്ചാൽ ഇത് സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ഇന്ന് ജൂനിയേഴ്സിനുള്ള ചാമ്പ്യൻഷിപ്പാണ് അവിടെ നടക്കുന്നുള്ളത്. അങ്ങനെ ഹയാനും കൊണ്ട് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദൂരമാണ് ഞങ്ങൾക്ക് റൂമിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരമുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. അങ്ങനെ ഞങ്ങൾ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയൊരു യൂണിവേഴ്സിറ്റിയോ കോളേജോ അങ്ങനെ എന്തോ ഒരു സംഭവമാണിത്. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടത്തേക്ക് വരുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതാണ്. അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നുള്ളത്. അങ്ങനെ നേരെ അകത്തേക്ക് പോയി അകത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് നല്ല ചൂടാണിവിടെ. ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ്, അമ്മാതിരി ചൂട്. അങ്ങനെ ഞങ്ങളിത് ഇതിൻ്റെ അകത്തേക്ക് പോകുന്നുള്ള ആ കുറച്ച് കാഴ്ചകളാണ് ഈ കാണുന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എന്താ ഒരു ഈത്തപ്പന മര നിറയെ ഈത്തപ്പനെ എന്താ പറയുക, ഈത്തപ്പഴം ഇങ്ങനെ കുലച്ച് നിൽക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ അവർ നെറ്റിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പക്ഷികളൊക്കെ തിന്നുന്നതിനായിരിക്കും. അങ്ങനെ ഏകദേശം അത് പഴുക്കാൻ പാകമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു കോളേജിൻ്റെ എന്താ പറയുക പുറത്തുനിന്നുള്ള കാഴ്ച. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഈ ഒരു പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങളിത് രാവിലെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഇതിപ്പം ചാമ്പ്യൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരുക്കങ്ങളൊക്കെ ആയി. കുട്ടികളൊക്കെ അവരെ വിളിച്ച് സ്റ്റേജിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ പഠിക്കുന്നത് IFK കരാട്ടെ സെൻറ്ററിലാണ്. അപ്പോൾ അവരുടെ 10ാമത് ചാമ്പ്യൻഷിപ്പാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ 10 ബ്രാഞ്ചസിലുള്ള 15 ബ്രാഞ്ചസിലോ അങ്ങനെ എന്തോ ഉള്ള കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഓരോ ബ്രാഞ്ചസിനും ഉള്ള കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അങ്ങനെ അവിടുത്തെ ഗസ്റ്റും ആൾക്കാരൊക്കെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇപ്പം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ഒരു സൈഡായിട്ട് കുട്ടികൾക്കുള്ള ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാണാൻ നല്ല രസമാണത്. അങ്ങനെ എല്ലാ ഗസ്റ്റിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം ഇനാഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുട്ടികൾക്കുള്ള ഒരു വാമപ്പ് സെക്ഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ വാമപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഹയമോളെ കഥയാണ് ഈ കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിന് പറയുന്ന പേരാണ് കഥ എന്ന്. അപ്പോൾ ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അതിൻ്റെ ചുറ്റിലായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കുട്ടികളെയും വിളിച്ച് അവർ ഇത് എന്താ പറയല്ലേ ഈ ഒരു ട്രെയിനിങ് ചെയ്യിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റും സെക്കൻഡും തേർഡും അങ്ങനെ പ്ലേസൊക്കെ ഉണ്ട് ഇതിൽ പെർഫോമൻസ് ചെയ്യുന്ന കുട്ടികൾക്ക്. അങ്ങനെ ഹയാൻ്റെ പോയിൻ്റൊക്കെ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളതാണ് കുമിറ്റ്. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന ഇതിനെ പറയുന്ന പേരാണ് കുമിറ്റ്. അപ്പോൾ എനിക്കിതിൻ്റെ കുറേ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ കറക്റ്റ് പേരൊന്നും അറിയില്ല. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഇതൊക്കെ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ. പിന്നെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അവർ കുട്ടികളെ പ്രൈസൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാം കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഹയ അവളെ പ്രൈസൊക്കെ വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു പ്രൗഡ് മൊമെൻ്റ് എന്നൊക്കെ പറയാം. അത്രയും നല്ലൊരു സന്തോഷമൊക്കെയാണ്. കാരണം ചെറിയ കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ആ ഒരു എന്താ പറയൽ വിൻ ചെയ്തിട്ട് അവരിതുപോലെയുള്ള മൊമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അത് നമ്മളെ കണ്ടിരിക്കുന്ന പാരൻസിന് മനസ്സിന് വല്ലാത്തൊരു എന്തോ ഒരു സന്തോഷമാണ്. അതുപോലെ അവരും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ അവളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പാപ്പാനെ കണ്ടപ്പോൾ പാപ്പാൻ്റെ അടുത്ത് പോയി അടങ്ങിനെ പാപ്പാനെ ശല്യം ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ജൂനിയർ ബോയ്സിൻ്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവർക്കും ഇതുപോലെ ഫസ്റ്റ് ഒരു വാമപ്പ് സെക്ഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ അവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം എൻ്റെ മോനെ അമ്മാൻ്റെ കഥ സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ അവനാണ് അവിടെ കഥ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അങ്ങനെ അവൻ്റെ പോയിൻ്റൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. The second place winner, Rishabh Jaisli. ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ദിവസത്തെ പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ഡേയുടെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇതിൽ സീനിയേഴ്സിൻ്റെ ചാമ്പ്യൻഷിപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജൂനിയേഴ്സിൻ്റെ കഴിഞ്ഞു. അങ്ങനെ അവരുടെ വാമപ്പ് സെക്ഷനാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും.
അങ്ങനെ ഇപ്പം വൈകുന്നേരം ആയപ്പോൾ കുട്ടികളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ചത് റൂമിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തു നിന്നുള്ള കുറച്ച് വ്യൂ ആണ് ഈ കാണുന്നുള്ളത്. അങ്ങനെ അവർക്ക് എല്ലാ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ ഐറ്റംസിനും അവർക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.